ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജാവ സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ ആക്ച്വലി ഇതുവരെ പഠിച്ച നമ്മുടെ വെബ് പേജ് എന്ന് പറഞ്ഞാൽ അതിന് യൂസറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. മീൻസ് യൂസറിന് ആ വെബ് പേജിനെ ഒന്ന് വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. യൂസർ കൊടുക്കുന്ന ഇൻപുട്സിനനുസരിച്ചിട്ട് ആ വെബ് പേജിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം യൂസർ കൊടുക്കുന്ന കാര്യങ്ങൾ ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ പേജിനൊരു റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നത് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. എന്താണ് സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, സോ സ്ക്രിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ ബട്ടണിൽ നിന്ന് ഒരു മെസ്സേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ യു ആർ കറക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോഴേക്കും സക്സസ്ഫുള്ളി ലോഗിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് കാണിക്കില്ലേ? അതാണ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു വെബ് പേജ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസ് ആണ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളിത് സ്വന്തമായിട്ട് നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങൾ ടൈം ഒരിക്കലും ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പം സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്സ് ദ പേജ് ഇൻട്രാക്റ്റീവ്. നമ്മുടെ വെബ് പേജിൻ്റെ ഇൻട്രാക്ഷൻസ്, യൂസറുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? സ്ക്രിപ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവ സ്ക്രിപ്റ്റാണ്. ഓക്കെ, സോ ജാവ സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിക്കേഷൻസ് കോർപ്പറേഷൻസ് ടു മേക്ക് ദ നെറ്റ്സ്കേപ്പ് വെബ് ബ്രൗസർ. അപ്പം നെറ്റ്സ്കേപ്പ് വെബ് ബ്രൗസറിനകത്താണ് ആക്ച്വലി ജാവ സ്ക്രിപ്റ്റ് ആദ്യം റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ജാവ സ്ക്രിപ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ഈസി ടു ലേൺ ആസ് HTML. ഓക്കെ, ഇനി ജാവ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാൻ വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മെസ്സേജ് യൂസറിൻ്റെ അടുത്ത് ഡിസ്പ്ലേ ചെയ്യും ഒരു വെബ് ബ്രൗസർ വഴി. ദെൻ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ കണ്ടൻറ്റിനെ അതെന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. നമുക്ക് കാൽക്കുലേഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഡേറ്റ കറക്റ്റ് ആണോ അതോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് തിരിച്ചു കിട്ടില്ലേ? അപ്പോൾ ആ ഒരു റെസ്പോൺസീവ്നെസ് ആണ് ഈ സ്ക്രിപ്റ്റ് ആക്ച്വലി ഒരു വെബ് പേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അനിമേഷൻസും ഇമേജിനെ ചേഞ്ചിങ് ഇമേജസിനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഏതെന്ന് പറയുന്നത് ഈ ജാവ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ദെൻ ഇനി ജാവ സ്ക്രിപ്റ്റിൽ നമുക്ക് എവിടെയാണ് നമ്മൾ ഈ ജാവ സ്ക്രിപ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ പ്ലേസ് ചെയ്തെന്ന് നോക്കാം. നമ്മൾ CSS പഠിച്ച പോലെ തന്നെ ഇൻസൈഡ് ദ ഹെഡ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ജാവ സ്ക്രിപ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ ഒരു HTML കോഡ് എഴുതുമ്പോഴേക്കും HTMLൻ്റെ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നേരെ ഹെഡിലോട്ട് പോകും. ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ടൈറ്റിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം? സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സ്ക്രിപ്റ്റ് ജാവ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞ് എഴുതി കൊടുക്കും. ഓക്കെ, ആ സ്ക്രിപ്റ്റിനകത്ത് ആ സ്ക്രിപ്റ്റിൻ്റെ സോഴ്സ് നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ ഫയൽ പറഞ്ഞു കൊടുക്കണം. SRC = ഇപ്പോൾ ഞാൻ എന്താ കൊടുക്കുന്നത്? A എന്നാണ് ഫയലിൻ്റെ പേരെങ്കിൽ a.js. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സോഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റിൻ്റെ സോഴ്സ് എന്താണ്, അത് ജാവ സ്ക്രിപ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി .jsൽ സേവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്ക്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെയ്ഡ് ടാഗാണ്. സ്ക്രിപ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഗ്രാമിനകത്ത് ജാവ സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ക്രിപ്റ്റ് എന്നുള്ള ഈ ഒരു ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പം സ്ക്രിപ്റ്റ് പെയ്ഡ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റിന് ഒരു ഓപ്പണിംഗ് ടാഗും ഉണ്ട്, സ്ക്രിപ്റ്റിന് എന്തുണ്ട്? ഒരു ക്ലോസിങ് ടാഗും ഉണ്ട്. സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ക്ലോസിങ് ടാഗും ഉണ്ട്. ഇനി ഈ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഹെഡിലാണ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഴ്സ് മെൻഷൻ ചെയ്തിരിക്കണം. സോ സ്ക്രിപ്റ്റിൽ നമ്മൾ സോഴ്സ് എന്താണ്? സോഴ്സ് = നമ്മുടെ ഫയലിൻ്റെ പേര് അതെന്തായിരിക്കണം? .jsലായിരിക്കണം. എന്തായിരിക്കണം? .jsൽ. എപ്പോഴും നമ്മൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അത് വാല്യൂ ആണ്. വാല്യൂസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കോഡ്സിൽ കൊടുക്കണം. നമ്മൾ പഠിച്ച റൂളാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹെഡ് ക്ലോസ് ചെയ്യും. ഇനി നമുക്കൊരു വെബ് പേജിൽ നമുക്ക് ജാവ സ്ക്രിപ്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷൻ നമ്മൾ ആദ്യം ഹെഡിൽ പ്ലേസ് ചെയ്ത് നോക്കി. ഇനി നമ്മൾ ജാവ സ്ക്രിപ്റ്റ് നമ്മുടെ ബോഡിയിൽ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, ബോഡിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ടാഗിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എഴുതാനുള്ള സ്ക്രിപ്റ്റ് മെൻഷൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ സ്ക്രിപ്റ്റ് ക്ലോസിങ് ടാഗും ഓപ്പണിംഗ് ടാഗുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ എന്താണോ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റ് കൊടുക്കാം. ആ കണ്ടൻറ്റ് എന്ത് കാണും? ഒരു റെസ്പോൺസീവ്നെസ് കാണും. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ പ്രിൻ്റ് ഒക്കെ നമ്മൾ എഴുതത്തില്ലേ? സാധാരണ പ്രിൻ്റ് I am a student എന്നൊക്കെ പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ജാവ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് document.write. എന്താണ്? document.write. ഈ document.writeൽ നമ്മൾ എന്ത് കോഡ്സിനകത്ത് കൊടുത്താലും അത് അതേപോലെ നമ്മുടെ വെബ് പേജിൽ പ്രിൻറ്റ് ചെയ്ത് വരും. ഞാൻ ഹായ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ document.writeൽ എന്ത് ചെയ്യും? ഹായ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരും. നമുക്ക് എക്സാമിന് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? document.write ആണ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതുന്നത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം, ജാവ സ്ക്രിപ്റ്റിൽ കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുക്കും. document.writeനകത്ത് വിത്തിൻ കോഡ്സിൽ നമ്മൾ printf യൂസ് ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, നമുക്ക്
ഹെഡിലാണ് കൊടുക്കുന്നതെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ സോഴ്സ് ഇസ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നമ്മളൊരു ബോഡിയിലാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്ക് ബോഡിയിൽ കൊടുക്കുന്നത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട്. നമുക്ക് അധികം സിൻടാക്റ്റിക്കലി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമിന് അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ബോഡിയിലങ്ങ് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു എക്സ്റ്റേണൽ സോഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റിനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഇത് നോക്ക്, ഹെഡിൽ കൊടുത്താലും എക്സ്റ്റേണൽ ഫയലായിട്ട് കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സോഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ HTML-നകത്തായിരിക്കത്തില്ല, നമ്മൾ എക്സ്റ്റേണൽ CSS പഠിച്ചില്ലേ, അതേപോലെ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത്. അവിടെ നമ്മൾ CSS-ൽ ലിങ്ക് വെച്ച് കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സോഴ്സ് ഇസ് ഈക്വൽ ടു ആ എക്സ്റ്റേണലിൻ്റെ ഫയൽ നെയിം കൊടുത്ത് നമ്മൾ സ്ക്രിപ്റ്റ് എൻ്റെ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഇൻലൈൻ ഇവൻറ്റ് ഹാൻഡലറായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം, ജാവാ സ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ 3 വേസിലാണ് ജാവാ സ്ക്രിപ്റ്റിനെ നമ്മുടെ പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വെബ് പേജ് ആയിട്ട് നമുക്ക് ബോഡി സെഷൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ജാവാ സ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി 4ാമത്തെ വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇവൻറ്റ് ഹാൻഡലറായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഇൻലൈൻ ഇവൻറ്റ് ഹാൻഡലർ. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട എന്താണ്, നമ്മുടെ ഈ ഒരു വർക്കിനകത്ത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് വർക്ക് ചെയ്യുന്നൊരു കണ്ടൻറ്റാണ് എപ്പോഴും ഇൻലൈൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻലൈൻ ഇവൻറ്റ് ഹാൻഡലർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുഞ്ഞു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും ഹായ് എന്ന് കണ്ടു, അല്ലെങ്കിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബട്ടൺ കാണിക്കും. ഇങ്ങനെ ആ ബട്ടണിൽ ചുമ്മാ ക്ലിക്ക് എന്ന് പറഞ്ഞ് എഴുതിയേക്കും. ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒരു മെസ്സേജ് കാണും, ഹായ് എന്ന്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞത് നമുക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെയുള്ള മെസ്സേജ് വരില്ലേ, അപ്പോൾ ആ സംഭവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു മെസ്സേജ് ഇങ്ങനെ പോപ്പ് ഔട്ടായിട്ട് നമുക്ക് വരും. വെബ് പേജിൽ ഒരു ഇൻട്രാക്റ്റീവ്നെസ് കൊടുക്കുന്ന ഒരു ബട്ടൺ ത്രൂ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻലൈൻ ഇവൻറ്റ് ഹാൻഡലർ. അപ്പോൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിക്കാണ് ഇവിടുത്തെ ഇവൻറ്റ്. ആ ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം, ഈ ഒരു ജാവാ സ്ക്രിപ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ശരിക്കും ഞാൻ പറഞ്ഞൊരു ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ HTML-ൽ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്, ബട്ടൺ. അതിൻ്റെ ക്ലോസിങ് ടാഗ് എന്താണ്, /ബട്ടൺ. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേര് എന്താ, ബട്ടൺ. അതൊരു പെയ്ഡ് ടാഗാണ്. അപ്പോൾ അതിൻ്റെ ബട്ടൺ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം, ബട്ടൺ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിക്ക് എന്നൊരു മെസ്സേജ്, അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും, ക്ലിക്ക് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് ഇവിടെ എഴുതി കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, ഇതൊരു നോർമൽ HTML ആണ്. ഇവിടെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റിംഗ് കൊണ്ടുവരാൻ പോവാം. ഓക്കെ, ജാവാ സ്ക്രിപ്റ്റിംഗ് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബട്ടണെ നമ്മളൊന്ന് കസ്റ്റമൈസ് ചെയ്യും. ബട്ടണെ കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ടണിൽ നമ്മളൊരു സ്ക്രിപ്റ്റിംഗ് കോഡ് എഴുതും. എന്താ കൊടുക്കുന്നത്, ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞു കൊടുക്കും. എന്ത് കൊടുക്കും, ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. ഇതാണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ് പോർഷൻ. ഓക്കെ, ഓൺ ക്ലിക്ക് ഇസ് ഈക്വൽ ടു, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കും, നമ്മളൊരു അലർട്ട് മെസ്സേജ് കൊടുക്കുവാണ്, ഹലോ എന്ന്. എന്ത് കൊടുക്കുവാണ്, ഒരു മെസ്സേജ് കൊടുക്കുവാണ്, ഹലോ എന്ന്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹായ് എന്നൊരു മെസ്സേജ് വരില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ക്ലിക്ക് ഇസ് ഈക്വൽ ടു, ക്ലിക്ക് ഓൺ അലേർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു അലേർട്ട് മെസ്സേജ് കൊടുക്കും. അലേർട്ടിനകത്ത് വേണം നമുക്ക് ആ ഒരു പോപ്പ് ഔട്ട് ചെയ്യേണ്ട മെസ്സേജ് കൊടുക്കാൻ. നമ്മൾ കൊടുക്കുന്ന പേരെന്താണ്, ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കും. മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാല്യൂ നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഒന്നും കൂടി എഴുതാം. ഇവിടെ ബട്ടൺ ഓൺ ക്ലിക്കാണ് നമ്മുടെ സ്റ്റാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബട്ടൺ ക്ലിക്ക് ആണ് നമ്മുടെ സ്റ്റാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ബട്ടണെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒന്ന് ജാവാ സ്ക്രിപ്റ്റ് കൂടെ അതിനകത്തോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ബട്ടണെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റീബിൽഡ് ചെയ്യണം. ലൈക്ക് ബട്ടണകത്ത് നമ്മൾ എന്താണ്, സ്ക്രിപ്റ്റിംഗ് കോഡായിട്ടുള്ള ഓൺ ക്ലിക്ക് കൊടുക്കും. എന്ത് കൊടുത്തു, ഓൺ ക്ലിക്ക്. ആ ഓൺ ക്ലിക്കിലേക്ക് കൊടുക്കേണ്ട വാല്യൂ എന്താണ്, ഒരു മെസ്സേജാണ്. എന്ത് മെസ്സേജാണ്, അലേർട്ട് മെസ്സേജാണ്. അലേർട്ട് എന്ന് വെച്ചാൽ ഒരു ആക്ഷനാണ് കേട്ടോ. അലേർട്ട് മെസ്സേജാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഹലോ എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, ഹലോ. അപ്പോൾ ഈക്വൽ ടു കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് തൊട്ട് ശേഷമുള്ള വാല്യൂ എന്തായിരിക്കണം, കോഡ്സിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടൺ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എഴുതിയിട്ട് ആംഗിൾ ക്ലോസ് ചെയ്യത്തില്ലേ, ആ സെയിം സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് കസ്റ്റമൈസ് ചെയ്തു. എങ്ങനെയാണ്, ഒരു ഒരു ജാവാ സ്ക്രിപ്റ്റിംഗ് കോഡ് കൂടെ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കോഡ് എന്താണ്, ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഈ കാണുന്നത് ഈ ബട്ടൺ അത് ശരിക്കും എന്താണ്, നമ്മുടെ ക്ലിക്ക് എന്നാണ് മെസ്സേജ് കിടക്കുന്നതെങ്കിൽ ബട്ടൺ ഫോം ചെയ്യുമ്പോഴേക്കും ബട്ടണകത്തുള്ള കണ്ടൻറ്റ് എന്തായിരിക്കും, ക്ലിക്ക് എന്നായിരിക്കും ബട്ടണകത്തുള്ള മെസ്സേജ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു മെസ്സേജ് അവിടെ പോപ്പ് ഔട്ടായി വരും. അവിടെ എന്ത് ചെയ്യും, ഈ ഒരു മെസ്സേജ് പോപ്പ് ഔട്ടായി വരും. അപ്പോൾ ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഒരു സ്ക്രിപ്റ്റിംഗ് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എന്താ, ഒരു ഇൻലൈൻ ഇവൻറ്റ് ഹാൻഡലറായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം, ജാവാ സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ സോഴ്സ് ഇസ് ഈക്വൽ ടു ഫയൽ നെയിം .js സ്ക്രിപ്റ്റ് കൊടുക്കുക.
അതായത് ഈ സ്ക്രിപ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ഫയലിനകത്ത് എഴുതി വെച്ചിട്ട് ആ ഫയലിനെ വേണേൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യിക്കാം. ഓക്കെ, പിന്നെ പല പല വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജാവാ സ്ക്രിപ്റ്റിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.